ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ നികേഷിനെ കാണാതെയുള്ള തെരച്ചിലാണല്ലേ ഇപ്പോൾ കിളിക്കൂട്ടിൽ. എന്തായാലും നിധിക്കൊരു പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ട്. പണ്ട് നികേഷുമായിട്ട് നിധി സംസാരിക്കുന്ന സമയത്ത് നികേഷ് നിധിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വിഷമമൊക്കെ വരുമ്പോൾ അവൻ ബീച്ചിൽ പോയിട്ട് ഇരിക്കാറുണ്ട്. ആ ബീച്ചിൻ്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം അവിടെ പോയിരുന്നാൽ അവൻ്റെ വിഷമങ്ങളൊക്കെ തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വിഷമമാണ് നിനക്ക് ഇത്രമാത്രം ഉണ്ടാവാറെന്ന് ചോദിച്ചപ്പോൾ, പണ്ട് ഏട്ടത്തി വരുന്നതിന് മുൻപ് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഹരീഷേട്ടനും സുധീഷേട്ടനും ഭയങ്കര കച്ചറയായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും പേടിയൊക്കെയാണ്. അപ്പം ഞാൻ അവിടെ പോയാണ് ഇരിക്കാറെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് നമ്മളെ നിധിക്ക് ഓർമ്മ വരികയാണ്, ഇനി എങ്ങാനും വിഷമം വന്നിട്ട് നികേഷ് അവിടെ എങ്ങാനും പോയിരുന്നു എന്ന്. ആ സമയം തന്നെ സുധീഷിനെ വിളിച്ച് കാര്യം പറയും. നമ്മളെ നികേഷ് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നിങ്ങൾ ആ ബീച്ച് ഒന്ന് പോയി നോക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ വണ്ടിയെടുത്ത് വേഗം അങ്ങോട്ട് പോകും. അവിടുന്ന് ഒരുപാട് നേരം നികേഷ് നികേഷ് എന്ന് വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ സുധീഷിന്റെ കണ്ണിൽ കാണുകയുണ്ടായി, നികേഷ് ഇങ്ങനെ പാറക്കെട്ടിന്റെ ഇടയിൽ നികേഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, തിരമാല അടിക്കുന്നതും കണ്ടിട്ട്. അത് കാണുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഇത്രയും സമയം അവർ തിരഞ്ഞുകൊണ്ടിരുന്ന ആളെ കണ്ടു കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിന് സന്തോഷമാണെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നീ എന്തിനാ മോനെ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞെട്ടിട്ടോ, ഇവരെന്താ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അവിടുന്ന് ഒരുപാട് നേരം അവർ രണ്ടാളും സംസാരിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞ്. സുഭാഷ് ചേട്ടനാണെങ്കിൽ കുറച്ചപ്പുറത്ത് ഇവനെ കണ്ട ഒരു ഷോക്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നികേഷ് കാണുന്നില്ല. നീ എന്തിനാ മോനെ ഇങ്ങോട്ട് വന്നത്, ഇത്രമാത്രം എന്താ ഉണ്ടായത്, ഇത്രയും കാലം നീ അറിയാതിരുന്ന സത്യം പെട്ടെന്നൊരു ദിവസം അറിഞ്ഞു, അതിന് നീ ഇത്രമാത്രം സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ. ഒന്നില്ലെങ്കിലും നമ്മളെ അച്ഛൻ ഒന്നല്ലേ, അമ്മയല്ലേ വേറെയുള്ളൂ. ഒക്കെ പോട്ടെ, എല്ലാ വീടിനെയും പോലെ എന്നും പെർഫെക്റ്റ് ഉള്ളൊരു വീടാണോ നമ്മളെ വീട്. അങ്ങനെ ഒരു വീട്ടിലൊരു കുട്ടിക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ഓക്കെ, വിഷമം ഉണ്ടാവും. ഇത് വിഷമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ എന്തും നേരിടാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് വേണം. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോയ കാര്യം ഏതെങ്കിലും വീട്ടിലൊക്കെ നടക്കുമോ. പക്ഷെ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടന്നില്ല. അത് നമ്മൾ തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. ഇത്രയും കാലം നമ്മൾ അങ്ങനെ തന്നെയല്ലേ ജീവിച്ചത്. നിന്നെ വളർത്തി വലുതാക്കി സുഭാഷ് ചേട്ടനാണ്. നീ എന്നെ ആലോചിക്കേണ്ടത്, സുഭാഷ് ചേട്ടനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ നിനക്ക് വിഷമമില്ലേ. ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയോ. ഈ തിരുവനന്തപുരം മൊത്തം ഞങ്ങൾ അലഞ്ഞു നടന്നിട്ടുണ്ട് നിന്നെ കാണാതെയായിട്ട്. എന്നും വരുന്ന സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്നറിയോ. അതൊക്കെ നീ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നികേഷിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നികേഷിനും ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവൻ സുഭാഷ് ചേട്ടനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോനെ കരയല്ലേ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് അറിയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അവർ ഒരുപാട് നേരം സംസാരിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർത്തതിന് ശേഷം അപ്പോഴാണ് സുധീഷിന് ഓർമ്മ വന്നത്, നിധിയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇവിടുന്ന് കണ്ടു കിട്ടിയ കാര്യം. അങ്ങനെ നിധിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ നിധിക്ക് സന്തോഷമായി. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഹരീഷിനെയും വിളിച്ച് കാര്യങ്ങൾ പറയണോ, കാരണം ഹരീഷും അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കും. ഇവരിവിടെ നികേഷിനെ കണ്ട സമയത്തും ഹരീഷ് ഇവിടെ ഭയങ്കര അന്വേഷണത്തിലാണ് കേട്ടോ. പിന്നീടാണ് ഹരീഷ് അറിഞ്ഞത് ഇവനെ കണ്ടു കിട്ടിയെന്നൊക്കെ. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ ഭാസ്കരനച്ഛനോടും നിധി പോയിട്ട് കാര്യം പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെയും അതുപോലെ തന്നെ സന്തോഷമില്ലാത്ത പോലെയൊക്കെയാണ് കാണിച്ചത്. അത് കണ്ടപ്പോൾ നിധിക്ക് എന്തോ പോലെയായിട്ട് അവൾ പെട്ടെന്ന് അത് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതൊക്കെ നെവർ മൈൻഡിൽ കാണുന്ന ഒരാളാട്ടോ ഭാസ്കരനച്ഛൻ. അങ്ങനെ അവർ കടൽ തീരത്തുനിന്ന് സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് നികേഷ് ഒരുപാട് അവിടുന്നും കരഞ്ഞ്, സുധീഷും കരഞ്ഞ്, സുഭാഷ് ചേട്ടനും കരഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഹരീഷ് വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹരീഷ് ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടും അവൻ അപ്പോഴും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇവരെ കാണാനായിട്ടുള്ള ടെൻഷൻ. അപ്പോൾ ആ സമയത്താണ് ഭാസ്കരനച്ഛൻ റേഡിയോയിൽ പാട്ടും വെച്ചിട്ട് അങ്ങേരും പാട്ട് പാടുന്നുണ്ട്. ഈ ഒരു ടെൻഷൻ്റെ ഇടയിലാണ് അങ്ങേര് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മളെ ഹരീഷിന് ദേഷ്യം വന്നിട്ട് റേഡിയോ എടുത്ത് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ചെറിയൊരു വാക്ക് തർക്കം അച്ഛനും മോനും ഉണ്ടാവുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നിധി ചോദിക്കുന്നുണ്ട് ഹരീഷിനോട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, അവരിവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞതല്ലേ, എന്തായാലും നികേഷിനെ കണ്ടില്ല, നിനക്കൊരു ഭാഗത്ത് ഇരുന്നൂടെ, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെ കാണാനിട്ട് ഹരീഷിന് ഭയങ്കര ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുക കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ട് ഹരീഷ് നേരെ പോയിട്ട് നികേഷിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. നികേഷ്, നീ എവിടെ പോയി നിന്നടാ മോനെ, നിനക്ക് എന്ത് പറ്റിയടാന്നൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ റൂമിലൊക്കെ വന്നിരുന്നതിന് ശേഷം ഹരീഷ് ആണെങ്കിൽ ചെയറിലിരിക്കുന്ന നികേഷിനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നികേഷ് മോനെ നീ എങ്ങോട്ടാ പോയത്, നിനക്ക് എന്താ പറ്റിയത്, എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് നികേഷ് ആദ്യം ഒന്നും മിണ്ടുന്നേ ഇല്ല. അവസാനം ഹരീഷേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് നമ്മളെ സുഭാഷ് ഏട്ടൻ വന്നിട്ട് നികേഷിന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പകലൊക്കെ അവൻ ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ, പിന്നെ
കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ, അപ്പോൾ ആ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ഹരീഷ് കെട്ടിപ്പിടിക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് ഹരീഷ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വന്ന് കയറിയപ്പോൾ നികേഷ് വിളക്കും താലവും എടുക്കാൻ കഴിഞ്ഞില്ല, എന്തായാലും നീ ഏട്ടന്മാരെ തോൽപ്പിച്ചു, നീയല്ലേ ഇപ്പോൾ ജയിച്ചത് നികേഷ് എന്ന് ചോദിക്കുമ്പോൾ നികേഷിന് എന്തോ പോലെ ആവും കേട്ടോ. കാരണം നിധിക്കാണെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം അതുപോലെ തന്നെ ചേച്ചിയുടെ സ്നേഹം സ്ഥാനം കൊണ്ടൊക്കെയാണ് നിധി അങ്ങനെ ചോദിക്കുന്നത്. കാരണം ഏട്ടന്മാരൊക്കെ അവന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. കാരണം ഇവൻ കാരണമാണല്ലോ അവർ ഇത്രയും ടെൻഷൻ അടിച്ചത്. ഒരു പക്ഷേ നിധി ഇപ്പം ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവർ വീണ്ടും തിരുവനന്തപുരം ഒന്നും കൂടി അന്വേഷിച്ചേനെ. ഹരീഷാണെങ്കിൽ വേറെ സ്ഥലത്താണല്ലോ അന്വേഷിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് നിധി അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ നികേഷാണെങ്കിൽ നിധിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ അവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട്, നീ പണ്ട് എന്നോട് പറഞ്ഞിരുന്നല്ലോ, നീ അത് കാഷ്വലായിട്ട് പറഞ്ഞതാണെങ്കിലും എൻ്റെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് പോസിബിലിറ്റി ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരോട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അതേതായാലും നന്നായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും വീണ്ടും സങ്കടത്തിലും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ സുധീഷാണെങ്കിൽ ആ ഒരു മൂഡ് എല്ലായിടത്തും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ പറഞ്ഞു, നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നികേഷിനോട് നിനക്കും ബിരിയാണി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം നികേഷും പറയുന്നുണ്ട്, ആ എനിക്ക് ബിരിയാണി മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിക്കുക കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് മുൻകൈ എടുത്തത് സുധീഷ് തന്നെയാണ്. അവസാനം അവൻ്റെ ജിപേ നോക്കുമ്പോൾ അതിൽ പൈസയൊന്നും കാണില്ല. എന്നിട്ട് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, അയ്യോടെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സിയോടി ഞാൻ കൊടുത്തോളാം, നീ ബിരിയാണി ഓർഡർ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ അവർ രാത്രി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് 4 പേരും കൂടി കിടക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ മാത്രം ഉറങ്ങാതെ കിടക്കുക കേട്ടോ. നികേഷിനെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തോ ഒരു പേടി, നികേഷിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒരു തോർത്തെടുത്തിട്ട് നികേഷിൻ്റെ കാലും സുഭാഷ് ഏട്ടൻ്റെ കാലും കൂടി കൂട്ടി കെട്ടുന്നൊക്കെ ഉണ്ട്. ഇത് നമ്മളെ നിധി കാണുമ്പോൾ നിധിക്ക് എന്തോ പേടിയാവുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നികേഷ് ഞെട്ടി ഉണർന്നിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം സുഭാഷ് ഏട്ടൻ കാര്യം പറയുന്നുണ്ട്, എനിക്കെന്തൊരു പേടി, നീ മനോവിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയാലോ, രാത്രിയല്ലേ അതുകൊണ്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ അപ്പോൾ സങ്കടം കൊണ്ട്, ഇല്ല ഏട്ടാ ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം മാത്രം ആലോചിച്ചിട്ട് പോയതാണ്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിധിക്ക് ഒരു സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹം കാണുമ്പോൾ ഒരു സന്തോഷം, അതുപോലെ തന്നെ ഈ വീടിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടുള്ള സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നികേഷിന് ഇതുപോലുള്ള പൊട്ടുബുദ്ധി ഒന്നും തോന്നാതിരിക്കട്ടെ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.